ആമേൻ. സ്തോത്രം. നമ്മൾ 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് വായിക്കും. ഞാനിത് ചിന്തിക്കാനുള്ള കാരണം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിച്ചൊരു വേദഭാഗമായിരുന്നു. വേദഭാഗമൊന്നുമല്ല, ഞാൻ എന്ത് പറയണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ബട്ട് ആ വീക്കിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ആരോടൊക്കെയോ പറഞ്ഞു, നമ്മുടെ ഒരു സഹോദരനോട് പറഞ്ഞു, കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുമ്പോൾ നമ്മൾ ഒരുങ്ങിയിരിക്കണം. വേറൊരു ചിന്ത വന്നത്, കർത്താവ് വരുമെന്ന് പറഞ്ഞ് ഇതുവരെ വന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയായപ്പോൾ ഞാനിങ്ങനെ വേദഭാഗം മറിച്ച് നോക്കിയപ്പോൾ പെട്ടെന്ന് തെസ്സലോനിക്ക ലേഖനം എൻ്റെ ഇടയിൽ വന്നു. നമുക്ക് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം, വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ള ദൂതാണ്. വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം, കാരണം കൺഫർമേഷൻ നമുക്കിന്ന് കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ വായിക്കുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. സഹോദരങ്ങളെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിക്കുവാൻ ആവശ്യമില്ല. ഇത് വാക്യം വായിക്കുമ്പം കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള കാലത്തെയും സമയത്തെയും കുറിച്ചാണ് പറയുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള വാക്യം ഒന്ന് എടുത്താട്ടെ. 4-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വാക്യങ്ങൾ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രനാദൻ ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ആമേൻ. സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും. നമുക്കറിയാം അല്ലേ, കർത്താവ് നമ്മളെ ചേർക്കാൻ. ആ വിശ്വാസം ഉണ്ടോ എല്ലാവർക്കും? എൻ്റെ കർത്താവ് വരുമെന്നുള്ള പ്രത്യാശ എല്ലാവർക്കും ഉണ്ടല്ലോ. ആമേൻ. സ്തോത്രം. പിന്നെ 17-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആ വാക്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. അപ്പം നമ്മുടെ പ്രത്യാശ എന്തുവാ? നമ്മൾ നിത്യമായി കർത്താവിനോട് കൂടെ ഇരിക്കും. ഇപ്പം നമ്മൾ കർത്താവിനോട് കൂടെയാണോ ഇരിക്കുന്നത്? നമ്മൾ ക്രിസ്തുവിൽ എഫേസ്യ ലേഖനം എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. എഫേസ്യ ലേഖനം 2:7. ക്രിസ്തുയേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ആമേൻ. ക്രിസ്തുയേശുവിൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എവിടെ ഇരുത്തിയേക്കുന്നത്? സ്വർഗത്തിൽ. കൊലോസ്യ ലേഖനം 3:3-4 വാക്യങ്ങളിൽ പറയുന്നത് നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ എന്തുവാണ്? മറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ആമേൻ. സ്തോത്രം. അപ്പം ദൈവവചനം പറയുന്നു നമ്മൾ ആരിലാണ് ഇരിക്കുന്നത്? ക്രിസ്തുവിലായിരിക്കുന്നത് അല്ലേ? നമ്മുടെ ജീവൻ ആരിലാണ് മറഞ്ഞിരിക്കുന്നത്? യേശു ക്രിസ്തുവിൽ. നമ്മൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? എന്നും എപ്പോഴും ക്രിസ്തുവിനോടുകൂടെ ഇരിക്കേണ്ടതിന്. ഈ ഭൂമിയിൽ ക്രിസ്തുവിനോടുകൂടി ഇരിക്കാതെ നിത്യതയിൽ നമുക്കിരിക്കാൻ പറ്റുമോ? ഇന്നത്തെ ചോദ്യം അതാ. നമ്മൾ ക്രിസ്തുവിലാണോ ഇരിക്കുന്നത്? അതാ എൻ്റെ ചോദ്യം. നമ്മൾ തന്നെ ശോധന ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ യേശുവപ്പച്ചനോട് കൂടെ, ദൈവവചനം പറയുന്നു നിങ്ങൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ തന്നെയാണ് എല്ലാ നിമിഷവും യേശു ക്രിസ്തുവിനോട് കൂടെ തന്നെയാണോ ഇരിക്കുന്നത്? അതാണ് നമ്മുടെ ചോദ്യം. ഇന്ന് രാവിലെ നമ്മൾ ആ ചോദ്യത്തിനൊരു ഉത്തരം കണ്ടെത്തണം. കർത്താവേ, ഞാൻ അങ്ങിലാണോ ഇരിക്കുന്നത്? ക്രിസ്തുവിൽ തന്നെയാണോ ഞാൻ മറഞ്ഞിരിക്കുന്നത്? നമ്മളോടൊന്ന് ചോദിച്ചു നോക്ക് ദൈവമക്കളെ. മർക്കോസിൻ്റെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3, 14, 15 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. മർക്കോസിൻ്റെ ലേഖനം അതിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. തന്നെ പ്രസിദ്ധമാക്കാതിരിക്കേണ്ടതിന് അവനവരെ വളരെ ശാസിച്ചു പോന്നു. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും. ആമേൻ. സ്തോത്രം. കർത്താവ് ബോധിച്ചവരെ വിളിച്ചു. ആമേൻ. നമ്മൾ ചിന്തിച്ചു നമുക്ക് എന്ത് യോഗ്യതയാ ഇവർ ജസ്റ്റിൻ എന്ന് പറഞ്ഞു. നമുക്ക് എന്ത് യോഗ്യതയാ പറയാനുള്ളത്? കർത്താവിൻ്റെ ഇഷ്ടമായിരുന്നു ദൈവമക്കളെ നമ്മളെ വിളിച്ചത് അല്ലേ? ബോധിച്ചവരെ വിളിച്ചെന്നാണ് പറഞ്ഞത്. ബോധിച്ചവരെ വിളിച്ചിട്ട് എന്തു പറഞ്ഞേ? അവനോടുകൂടെ ഇരിപ്പാനാ. ഇരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം സ്പെൻഡ് ടൈം വിത്ത് ഗോഡ്. യേശു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കണം. എങ്ങനെ ഇരിക്കുന്നേ? ദൈവവചനം വായിക്കണം, പ്രാർത്ഥിക്കണം, അതേ ഉള്ളൂ. യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് അവനോട് കൂടി ഇരിക്കുന്നത്. ദൈവവചനം വായിക്കാതെ പ്രാർത്ഥിക്കാതെ യേശുവിൻ്റെ കൂടെ ഇരിക്കാമെന്ന് ആരും ചിന്തിക്കേണ്ട. യേശു അപ്പച്ചൻ്റെ കൂടെ ഇരിക്കാതെ യേശു അപ്പച്ചൻ്റെ കൂടെ നിത്യമായി വാഴാമെന്നുള്ള ദിവാസ്വപ്നവും കാണണ്ട. പ്രൈസ് ദി ലോർഡ്. ഈ പ്രത്യാശ
കർത്താവ് നമ്മളെ എത്തിക്കുന്ന സത്യം യേശുപ്പച്ചനാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളെ ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ട്, യേശുപ്പച്ചനിൽ നമ്മൾ ഇരിക്കണം. ആ ഒരു വലിയ പ്രത്യാശ നമ്മളിൽ ഉണ്ടാക്കട്ടെ ഇന്ന് രാവിലെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുക അപ്പച്ച. യേശു അപ്പച്ചനോടുകൂടെ നിത്യതയിൽ വാഴാനാണ് എൻ്റെ ആഗ്രഹം. അങ്ങ് ചേരുന്നതിന് മുമ്പപ്പാ അങ്ങയോട് കൂടെ ഉള്ളൊരു അനുഭവം. നമ്മൾ അല്ലാതെ നമുക്ക് യേശു അപ്പച്ചനോട് ഇവിടെ ഇരിക്കാതെ നമ്മൾ എങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യം സ്വർഗത്തിൽ പോയി അനുഭവിക്കും? നമ്മളോടാ ചോദിക്കും. ഞാൻ ഉൾപ്പെടെയുള്ളവരോട് ഞാൻ ഇവിടെ ഇന്ന് നിങ്ങളാരും ചിന്തിക്കരുത് ഇവിടെ പ്രസംഗിക്കുന്നത് എല്ലാം തികഞ്ഞിട്ടാണ്. നോ, നമ്മളോട് ദൈവാത്മാവ് സംസാരിക്കുക. ആ ഒരു ബോധ്യത്തോടെ ഞാനിത് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് കൂടെ നമ്മൾ ഇരിക്കണം. പിന്നെ അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ഈ മരണത്തെ പേടിയുണ്ടോ നിങ്ങൾക്ക്? മരണത്തെ പേടിയുണ്ട്. ഈ കർത്താവിൻ്റെ വരവ് പറയുമ്പം മരണഭയം മാറണം. മരണഭയം മാറണം. കാരണം നമ്മൾ കർത്താവിൻ്റെ കൂടെ വാഴാനായിട്ട് നിൽക്കുന്നവരാ. ദൈവവചനം പറയുന്ന ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിക്കണം. കാരണം ഈ ദുഷ്ടത നിറഞ്ഞ, നമ്മളെ റിജക്റ്റ് ചെയ്യുന്ന, വേദന മാത്രം തരുന്ന, നമ്മളെ ഒറ്റപ്പെടുത്തുന്ന, സങ്കടം മാത്രം തരുന്ന ഈ ലോകത്ത് ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആശ്വസിപ്പിക്കാൻ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആശ്വാസം, കർത്താവിൻ്റെ സമാധാനം, അത് മാത്രമേ ഉള്ളൂ. നമുക്ക് നിത്യമായ ഒരു പ്രത്യാശ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അവൻ്റെ കൂടെ നമ്മൾ വാഴും. ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് ഈ വചനങ്ങളെ നമുക്ക് ചിന്തിക്കാം. സോ വിൽ കം ബാക്ക് ടു തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. ആമേൻ, സ്തോത്രം. കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. ഞാൻ കർത്താവിൻ്റെ 2-ാം വരവിനെ കുറിച്ചൊന്നുമല്ല പ്രസംഗിക്കുന്നത്. പക്ഷേ ഈ 2-ാം വരവിനെ കുറിച്ച് വളരെ ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. പോസ്റ്റ് ട്രിബുലേഷൻ, ചിലർ പറയുന്നു പീഡനത്തിൽ കൂടെ സഭ കടന്നു പോകത്തില്ലെന്ന്, ചിലർ പറയുന്നു പീഡനത്തിൽ കൂടെ കടന്നു പോകുന്നു. ഭയങ്കര കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള ടോപ്പിക്കായത്. ഇതിനെക്കുറിച്ചൊന്നും വലിയ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ അറിയണ്ട, പക്ഷേ അറിയേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ദൈവവചനം പറയുന്നുണ്ട്. അപ്പം സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിക്കുവാൻ ആവശ്യമില്ല. ഏത് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്? കർത്താവിൻ്റെ വരവും കർത്താവിൻ്റെ പ്രത്യാശയും നിങ്ങൾ ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിക്കുവാൻ ആവശ്യമില്ല. അതിൻ്റെ അർത്ഥം എക്സാക്ട് ടൈം, യേശു അപ്പച്ചൻ എപ്പം വരുമെന്നുള്ള എക്സാക്ട് ടൈമിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യമില്ലെന്നാണ് യേശു അപ്പച്ചൻ പറയുന്നത്. പക്ഷേ ആ സയൻസിനെ കുറിച്ച് നമ്മൾ അറിയണം. എന്താണ് ഈ ലോകത്ത് നടക്കുന്നത്, കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. അത് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം ഒന്ന് എടുത്താട്ടെ. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ആമേൻ, സ്തോത്രം. അപ്പോൾ കർത്താവ് പറയുക, ആ നാളും നാഴികയും സംബന്ധിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും അറിയുന്നില്ല. അപ്പം കർത്താവ് എന്ന് വരുമെന്നുള്ള എക്സാക്ട് ടൈം നമ്മൾ അറിയേണ്ട കാര്യം ഇല്ല. അതിനെക്കുറിച്ച് വലിയ തലയൊന്നും പോകേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മൾ അറിയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് തന്നെ നമ്മൾ അറിയുന്നില്ല, പിന്നെ ആ വലിയ കാര്യങ്ങൾ അറിയാൻ പോകുന്നത്. ഓക്കെ, അതവിടെ നിർത്തിയാൽ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ആ തുടക്കത്തിൽ 3-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നത്, ശിഷ്യന്മാർ വന്ന് അവൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക, നിൻ്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ യേശു കർത്താവ് എന്തോ പറയുന്നേ? ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ആമേൻ. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളും. പിന്നെന്താ? ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേർ എടുത്തു വന്ന്. ആമേൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം യേശു കർത്താവ് ആദ്യം പറയുന്നത് നിങ്ങൾ തെറ്റിപ്പോരെന്നാണ് പറയുന്നത്. നമ്മുടെ സ്പിരിച്വൽ തിങ്ങിനെയാണ് കർത്താവ് ഫോക്കസ് ചെയ്യുന്നത്. ഒത്തിരി പൊളിറ്റിക്കലും നമ്മൾ ഈ 24-ാം അധ്യായം വായിക്കുമ്പോൾ ലോകത്ത് നടക്കുന്ന, രാജ്യങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, കാലാവസ്ഥയ്ക്ക് വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, ഇസ്രയേലിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ കർത്താവിൻ്റെ ഫോക്കസ് എവിടെയാണെന്നറിയാമോ? നിങ്ങൾ തെറ്റിപ്പോകരുത്. ഈ അന്ത്യകാലഘട്ടത്തിൽ കടക്കാൻ പോകുന്നത് യേശു എന്ന് ദൈവമക്കളെ, യേശു ഇന്നൊരാൾ ഇവിടെ വന്ന് ഞാൻ യേശുവാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും അംഗീകരിക്കുമോ?
പക്ഷേ യേശുവിൻ്റെ പേരിൽ വന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അംഗീകരിക്കും. ഈ അന്ത്യകാലഘട്ടത്തിൽ അതാ നടക്കുന്നത്. യേശുവിൻ്റെ പേരിൽ പലതും നടക്കും സഭയ്ക്കകത്ത്. നമ്മൾ തിരിച്ചറിയത്തില്ല. നമ്മൾ വിചാരിക്കും, നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ റിയൽ യേശുവിനെ ഇന്ന് നഷ്ടപ്പെട്ടു പല സ്ഥലങ്ങളിലും. ബി കെയർഫുൾ, വാച്ച് അവർ സെൽസ്. നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ കേൾക്കുന്ന യേശു ഏതാണെന്ന് ബെരോവയിലുള്ളവരെ പോലെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. യഥാർത്ഥ യേശു അപ്പച്ചനെയാണോ പ്രസംഗിക്കുന്നതെന്ന്. നിങ്ങൾ യൂട്യൂബ് തുറന്ന് നിങ്ങൾ കാണുന്നില്ല എന്തൊക്കെയാണ് നടക്കുന്നത്? യഥാർത്ഥ യേശു ആണോ? ദൈവവചനത്തിനകത്ത് നിങ്ങൾ ഉറച്ചില്ലെങ്കിൽ നമ്മൾ ഡിസീവ് ചെയ്യാൻ നമ്മൾ എലിജിബിളാണ്. ദൈവം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഏൽപ്പിക്കും. കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ, ദൈവവചനം വായിച്ചില്ലെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ ഒരുക്കമല്ലെങ്കിൽ, നമ്മൾ കേൾക്കുന്ന എല്ലാത്തിനും പോയി ഹല്ലേലൂയ പറയും. ആ ഡിസീവിങ് സ്പിരിറ്റ് നമ്മളെ തെറ്റിച്ച് കളയും. നമ്മൾ കർത്താവിൻ്റെ കൂടെ വാഴത്തില്ല. അതുകൊണ്ടാണ് യേശു അപ്പച്ചൻ പറഞ്ഞ ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. എന്നിട്ട് 11-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? കള്ളപ്രവാചകന്മാർ പലരും അനേകരെ തെറ്റിക്കും. അനേകരെ തെറ്റിക്കും. പ്രവചനമുണ്ട് ദൈവമക്കളെ. പക്ഷെ കള്ളപ്രവാചകന്മാർ വന്ന് നിങ്ങളെ നിത്യതയിൽ നിന്ന് ലോകത്തേക്ക് മാറ്റുകയാണെങ്കിൽ അതിനെ തിരിച്ചറിയണം. എല്ലാം ഒന്നും സത്യമല്ല, ഒത്തിരി തട്ടിപ്പ് ഇതിനകത്തുണ്ട്. വളരെ ടോൺഡായിട്ട് കർത്താവിൻ്റെ ശബ്ദം കേട്ടിരുന്നെങ്കിൽ മാത്രമേ ഈ സമയത്ത് നമുക്ക് ജീവിക്കാൻ പറ്റൂ. അപ്പം കള്ളപ്രവാചകന്മാർ വന്ന് നമ്മളെ തെറ്റിക്കും. 12-ാമത്തെ വാക്യം, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ദൈവമക്കളെ, നമ്മളിത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? സ്നേഹം കുറഞ്ഞു പോയത്. ഞാൻ കഴിഞ്ഞ ദിവസം ആരോട് പ്രസാദച്ചനുമായിട്ടാണ് സംസാരിച്ചത്. നമ്മൾ കഴിഞ്ഞൊരു 4-5 കോവിഡിന് മുമ്പുണ്ടായിരുന്ന ഒരു ദൈവസ്നേഹം ഇപ്പോൾ കുറഞ്ഞുപോയി നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിൽ തന്നെയാണ്. ഇത് അന്ത്യകാലഘട്ടത്തിൻ്റെ ലക്ഷണമാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2:46 ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2:46. ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും. ആമേ, അവർ ഒരുമനപ്പെട്ട് ദേവാലയത്തിൽ കൂടി വന്ന. അപ്പോസ്തല പ്രവൃത്തി 4:32 ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? അവർ ലൗഡ് ഈച്ച് അതർ എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ സ്നേഹത്തിലായിരുന്നു. അവർക്കൊരു ഒറ്റ ഹൃദയം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമുക്ക് ആ ഒരു ഹൃദയമുണ്ടോ? ഏക മനസ്സും ഏക ഹൃദയമുണ്ടോ? ഇല്ലെങ്കിൽ ദൈവവചനം നമ്മളോട് പറയുന്നു നമുക്കതുണ്ടാകണം. ഈ അന്ത്യകാലത്ത് കർത്താവ് നമ്മളോട് പറയുന്നു പലരുടെയും സ്നേഹം എന്തു ചെയ്യും? തണുത്തു പോകും. എന്തുകൊണ്ടാണ്? അധർമ്മം പെരുകുക. ലോകത്തിൽ അധർമ്മം വളരെ മൂർധന്യാവസ്ഥയിലോട്ട് നീങ്ങുകയാണ്. അത് സഭയ്ക്കകത്ത് കയറുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്നറിയാമോ? നമ്മുടെ സ്നേഹം തണുത്തു. നമ്മൾ അപ്പം അതുകൊണ്ട് ആരുടെയെങ്കിലും സ്നേഹം ഇത് സ്വാഭാവികം, നമ്മുടെ ആരുടെയും കുറ്റമല്ല, ഇത് സംഭവിക്കണം. പക്ഷെ ദൈവം ശിഷ്യന്മാർക്കൊരു വാർണിംഗ് കൊടുക്കും. പലരുടെയും സ്നേഹം ഇത് നമ്മൾ കേട്ടിട്ട് നമ്മളിന്ന് ശോധന ചെയ്താൽ, കർത്താവേ എൻ്റെ സ്നേഹം ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമായി പറയുന്നത്, കൂട്ടു സഹോദരങ്ങളോട്, നമ്മുടെ ചുറ്റുപാടുകളോട്, കർത്താവേ എൻ്റെ സ്നേഹം, ആ പഴയ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവേ മടക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ. കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ആമേൻ, സ്തോത്രം. അപ്പോൾ യേശുപ്പച്ചൻ പറയുന്നത് എന്താ മറുപടി? അവനവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. ആമേൻ, സ്തോത്രം. എന്നിട്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. യേശു കർത്താവ് ക്രൂശ് മരണത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ശിഷ്യന്മാർ പ്രതീക്ഷിച്ചത് കർത്താവ് ഒരു രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണെന്ന് അവർ പ്രതീക്ഷിച്ചത്. അപ്പോൾ അവർ ചോദിച്ചു, ഈ കാലഘട്ടത്തിലോ നീ രാജ്യം സ്ഥാപിക്കുന്നു? അപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടിയാണ്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ ആ കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. ആ സമയത്തെ നിങ്ങൾ അറിയേണ്ടെന്ന് ദൈവം പറഞ്ഞു. എന്നിട്ട് കർത്താവ് എന്ത് പറയുന്നത്? നിങ്ങൾക്ക് വേറൊരു കാര്യം നിങ്ങൾ ചെയ്യണം, വേറൊരു കാര്യം നിങ്ങൾ അനുഭവിക്കണം. എന്താ അത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും
യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ബി എ വിറ്റ്നസ് ടു ദ ലോർഡ്. നിങ്ങൾ സമയം അറിയേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ നിങ്ങളെ ഏൽപ്പിച്ചൊരു സാധനമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ സാക്ഷികളാകണം. ദൈവമക്കളെ, നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളാകുന്നു. നമ്മൾ സുവിശേഷം പറഞ്ഞിട്ട് എത്ര നാളായി? നമ്മൾ ഉൾപ്പെടുന്ന സഭയോടെ ഞാൻ വീണ്ടും വീണ്ടും അതാ പറയുന്നത്, നമ്മളോടാണ് പറയുന്നത്, വേറൊരു ചർച്ചിനോടല്ല. നമ്മൾ സുവിശേഷം പറഞ്ഞിട്ട് വ്യക്തിപരമായി ഒരാളോട് സുവിശേഷം പറഞ്ഞിട്ട് എത്ര നാളായി? ഇന്നൊന്ന് ചിന്തിച്ചിട്ടേ പോവുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഭാഗത്തു നിന്ന് ചിന്തിക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഇങ്ങനെ പറയുന്നത് കൊണ്ട് പറയുക. നമ്മൾ സുവിശേഷം പറഞ്ഞിട്ട് എത്ര നാളായി? ഒരു കർത്തദാസൻ പറയുന്നത് കേട്ടു, നിങ്ങൾ സുവിശേഷം പറയാത്ത സഭ ഡെഡ് ചർച്ച് എന്ന് പറയുന്നത്, ചത്ത സഭ എന്ന് പറയും. എന്താ കാര്യം എന്നറിയാമോ? ഈ ദേശത്തിൻ്റെ വിളക്കാണ് നമ്മുടെ സഭ. ഇത് ലൈറ്റാണ്. ഈ ചുറ്റുപാടുമുള്ളവർ ഇവിടെ ലൈറ്റ് ഉണ്ടെന്ന് കേട്ടിട്ട് വരണം. അത്ഭുതങ്ങൾ നടക്കും. പക്ഷേ അത്ഭുതങ്ങൾ നടന്നത് അവരറിയണ്ടേ? എൻ്റെ അനുഭവം, കർത്താവ് എന്നെ വിടുവിച്ച കാര്യം, ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞ് നമ്മളെല്ലാം സന്തോഷിച്ച് നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ ദൈവം വലിയവനാണെന്ന്. ആ യേശുവിനെ അപ്പുറത്ത് പരിചയപ്പെടുത്താനുള്ള ധൈര്യം നമുക്കില്ല. യേശുപ്പച്ചൻ പറഞ്ഞ് നിങ്ങൾ സാക്ഷികളാകണമെന്നാണ്. ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മൾ? സാത്താൻ ഭയക്കുന്നില്ല ദൈവമക്കളെ. ഞാൻ സത്യം പറയാം, സാത്താൻ ഭയക്കത്തില്ല. നമ്മൾ ഇവിടെ വന്ന് വിടുതലിൻ്റെ സാക്ഷ്യം പറഞ്ഞാൽ സാത്താൻ ഭയക്കത്തില്ല. സാത്താൻ എപ്പോഴാണ് ഭയക്കുന്നതെന്ന് അറിയാമോ? പുറത്തുനിന്നൊരുത്ത് ഇതിനകത്ത് കയറണം. രക്ഷിക്കപ്പെട്ട് യേശുവിനെ അറിഞ്ഞ് ഇതിനകത്ത് കയറുമ്പോൾ ഉണ്ടല്ലോ, ഇളകും. അതാ ദൈവവചനത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ സാക്ഷ്യം എന്തുകൊണ്ടാണ് നമ്മൾ കർത്താവിനെക്കുറിച്ച് പറയാത്ത? ഒറ്റ കാര്യമുള്ളൂ, നമ്മളിൽ നമുക്ക് രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നമുക്കറിയാം കർത്താവ് രക്ഷിക്കപ്പെട്ടു, ആ സന്തോഷം നമ്മളിൽ അങ്ങ് ഒതുങ്ങുക. അതുകൊണ്ടാണ് സങ്കീർത്തനം വായിച്ചത്, 51-ാം സങ്കീർത്തനം. എന്തുകൊണ്ടാണ് നമ്മൾ സുവിശേഷം പറയാത്തതിൻ്റെ ഒരു കാരണം? 51-ാം സങ്കീർത്തനം അതിൻ്റെ 12, 13, 14. എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികൾ ഉപദേശിക്കും, പാപികൾ നിങ്കിലേക്ക് മനം തിരിയും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ വായിച്ചാട്ടെ 12-ാമത്തെ വാക്യം. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ആമേൻ, സ്തോത്രം. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനെ എന്നെ താങ്ങണമേ. ആമേൻ. ഞാൻ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചെങ്കിൽ മാത്രമേ എനിക്ക് വേറൊരാളോട് പറയാൻ പറ്റൂ. ഞാൻ ഇല്ലെന്നല്ല പറയുന്നത്, നമുക്ക് ആ രക്ഷ എന്താണെന്നറിയാം. പക്ഷെ അത് ഓവർഫ്ലോയിങ് ആയിട്ട് വേറൊരാളോട് ഞാൻ പറയണമെങ്കിൽ എൻ്റെ ഹൃദയത്തിനകത്ത് അത്രത്തോളം എന്താ എന്നിൽ സംഭവിച്ചതെന്നുള്ള വലിയ ബോധ്യം ഉണ്ടാകണം. മനസ്സൊരുക്കമുള്ള ആത്മാവ് എന്താ അത്? സുവിശേഷം പറയാനുള്ള വെമ്പൽ. അപ്പോസ്തല പ്രവൃത്തി എന്ന് വായിച്ചത്, അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 18-ാമത്തെ വാക്യം. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ആമേൻ, സ്തോത്രം. നമ്മൾ എവിടെ നിന്നാ വന്നേന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മളിത് പറയും. അവിടെ വായിച്ചേക്കുന്ന പാപമോചനവും കണ്ണ് തുറക്കണം, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് തിരിപ്പാനും. ദൈവമക്കളെ, നമ്മൾ സാത്താന്റെ അധികാരത്തിലായിരുന്നു. അവിടുന്ന് കർത്താവ് ആരെ? നമ്മളെ വിളിച്ച് എങ്ങോട്ടാക്കിയേ? ദൈവത്തിൻ്റെ മക്കളാക്കി. നമ്മൾ എവിടെ ആയിരുന്നു? കഴിഞ്ഞ ആഴ്ച കേട്ടോ, നമ്മൾ ഇരുളായിരുന്നു. ഇരുളിൽ നിന്ന് നമ്മളെ എങ്ങോട്ട് കൊണ്ടുവന്നു? വെളിച്ചത്തിൽ കൊണ്ടുവന്നു. ആമേൻ. നമ്മുടെ കണ്ണിരുട്ടായിരുന്നു, നമ്മുടെ കണ്ണ് തുറന്ന് ആ ദർശനം, ആ ബോധ്യം നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ട് ദൈവമക്കളെ നമുക്ക് സുവിശേഷം പറയാൻ പറ്റത്തില്ല. ആമേൻ. നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ജസ്റ്റിനും ഇവരും ഒക്കെ സഹോദരങ്ങളൊക്കെ ആ സ്ട്രീറ്റിൽ പോയി പ്രീച്ച് ചെയ്യുന്നുണ്ട്. എനിക്ക് സ്ട്രീറ്റിൽ പോയി പ്രീച്ച് ചെയ്യാനുള്ള കോളിംഗ് എനിക്കറിയില്ല, എനിക്കൊരു പേടിയുണ്ട്, അത് മാറണം. പക്ഷേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് എനിക്ക് പറയാമല്ലോ, ഇല്ലേ? അവർ സ്വർഗത്തിൽ കാണേണ്ടതെന്നാണോ? ഇവിടെയും സ്വസ്ഥത തരുന്നില്ല, അവരും അവിടെയും കൂടെ വന്ന് സ്വസ്ഥത തരേണ്ടതെന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മളും പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവരെക്കുറിച്ചൊരു കൺസേൺ ഉണ്ട്. നമ്മൾ സെൽഫിഷ് ആണോ? നിങ്ങളാരും പറയുന്നില്ല, പറയുന്നവരുണ്ട്, മിണ്ടാതിരിക്കുന്നവരായിരിക്കാം. പക്ഷേ
നമ്മളോടുള്ള ദൈവം ഏൽപ്പിച്ചൊരു ദൗത്യം എന്ന് പറയുന്നത് ബി എ വിറ്റ്നസ് ടു ദ ലോർഡ്. കർത്താവിൻ്റെ സാക്ഷിയാകാനാണ് നമ്മളെ വിളിച്ചത്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര പേര് പ്രാർത്ഥിക്കും? പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. UK ഉണർവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. UK ഉണർവ് നമ്മളിൽ നിന്ന് ആരംഭിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പോർട്സ്മൗത്തിൽ സുവിശേഷം പറയാൻ കൊറിയയിൽ നിന്നൊരാൾ ഒരു മിഷണറി ഇവിടെ അയച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ ഗതികേട് നമുക്കുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്ക്. വേറൊരു രാജ്യത്തു നിന്ന് ഈ പോർട്സ്മൗത്തിലോ സൗത്താംപ്ടണിലോ സുവിശേഷം പറയാൻ ഒരു മിഷണറി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം, ഞാനൊരു എക്സാമ്പിൾ പറയാം, എനിക്കറിയത്തില്ല അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന്. അവർ ഇറാഖിലും ഇറാനിലും ഒക്കെ സുവിശേഷം പറയുന്നവരുണ്ട്. പക്ഷേ ഈ UK നമ്മൾ പാർക്കുന്ന ഈ പോർട്സ്മൗത്തിൽ ഒരു മിഷണറി വന്ന് ഒരു സുവിശേഷീകരണ ലക്ഷ്യത്തോടെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ പരാജയമാണ്. കാരണം പോർട്സ്മൗത്ത് നമ്മുടെ കയ്യിലാണ് നിൽക്കുന്നത്, അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ എക്സൈറ്റഡ് ഒന്നും ആവുന്നില്ല. എക്സൈറ്റഡ് ആകണ്ട. കാരണം നമ്മൾ സുവിശേഷം പറയണം. ആർ വി റെഡി? ഞാൻ പറയുന്ന വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട. ഞാനൊരു കാര്യം പറയാം. സുവിശേഷം പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ വ്യക്തിപരമായി, ഞാൻ ഒരു തവണ ഇംഗ്ലീഷ് സർവീസിൽ അതെടുത്തു, ഹൗ ടു ഡു എ പേഴ്സണൽ ഇവാഞ്ചലിസം എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ അനുഭവിക്കുന്നൊരു അത്ര പേര് അനുഭവിച്ചിട്ടുണ്ട്. ജാതിയായ ഒരു വ്യക്തികളോട് നിങ്ങൾ പേഴ്സണലി യേശുപ്പച്ചനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിറങ്ങുമ്പം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തരുന്നൊരു സന്തോഷമുണ്ട് ദൈവമക്കളെ. ഐ കനോട്ട് എക്സ്പ്ലെയിൻ ദാറ്റ്. നിങ്ങളത് അനുഭവിക്കണം. നമ്മളിവിടെ വർഷിപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും അതിമഹത്തരമാണ്. നമുക്കത് ഫീൽ ചെയ്യും. യേശുപ്പച്ചൻ നമ്മുടെ ഉള്ളിൽ സന്തോഷിക്കുന്നത് നമുക്കറിയാൻ പറ്റും. നിങ്ങൾക്കത് ആവശ്യമുണ്ടോ? അതുണ്ടാകണമെങ്കിൽ ഞാൻ എവിടെയായിരുന്നുള്ള വലിയ ബോധ്യം വേണം. സാത്താൻ്റെ അധികാരത്തിലായിരുന്നു. അവിടെ നിന്ന് ആരൊക്കെയോ നമ്മളോട് സുവിശേഷം പറഞ്ഞു, പിടിച്ച് വലിച്ച് നമ്മളെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ രക്ഷയുടെ സന്തോഷമാകട്ടെ. ഞാൻ ഷാർജയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവത്തിലെ ആ മോനിക്കുട്ടൻ പാസ്റ്റർ എപ്പോഴും പറഞ്ഞു, ഞാനൊരു ദിവസം ഞാൻ ആദ്യമായിട്ട് ആ പാസ്റ്ററിൻ്റെ കൂടെ വണ്ടിയിൽ ഫ്രണ്ടിലിരുന്ന് പോകുമ്പോൾ, വണ്ടിയിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് പറഞ്ഞു, ദാണ്ടൊരു മീൻ, ഒരാൾ നടന്നു പോകുക, ദാണ്ടൊരു മീൻ പോകുന്നെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ എക്സൈറ്റഡ്. എന്തു മീൻ? ലിജോ ബ്രദറെ, നമ്മൾ വലയുമായിട്ടാണ് ഇറങ്ങുന്നത് ആ മീനെ പിടിക്കാൻ. യേശുപ്പച്ചൻ പത്രോസിനോട് എന്താ പറഞ്ഞത്? നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. കാണുന്നവരോട് നമുക്കൊരു കമ്പാഷൻ ഉണ്ടോ? ഇന്ന് രാവിലെ നിങ്ങൾ എന്നോട് പിണക്കമാണോ ഞാനത് പറഞ്ഞതിൽ? ആമേൻ. പിണക്കമായാലും കുഴപ്പമൊന്നുമില്ല. ബി എ വിറ്റ്നസ് ടു ദ ലോർഡ്. നമ്മൾ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ചൊന്നും അറിയണ്ട. പക്ഷേ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ട്. ബി എ വിറ്റ്നസ്. എവിടെയാണ് വിറ്റ്നസ് ആകുന്നത്? ഈ പോർട്സ്മൗത്തിലാണ് ഞാൻ വിറ്റ്നസ് ആകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാൻ ഈസിയാണ് ദൈവമക്കളെ. നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്നല്ല, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ ഞാനാ പറയണ്ടേ? എന്നെ ഏൽപ്പിച്ചേക്കുന്നുള്ള വലിയ ബോധ്യം ഈ ദിവസം. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ കർത്താവ് ഒരാളോട് സുവിശേഷം പറയാൻ കർത്താവ് കൃപ നൽകണേ എന്ന് പറഞ്ഞൊന്ന് ഇറങ്ങ്. ആ മനസ്സൊരുക്കത്തോടൊന്ന് ഇറങ്ങ്. ഒന്ന് ചിന്തിച്ചിറങ്ങിയാൽ മതി. കർത്താവ് കൊണ്ടുവരും. ഞാനാ പറയുന്നത്. ഇവിടെ വന്ന് സാക്ഷ്യം ഒന്നും പറയണ്ട, ഒറ്റ മനുഷ്യരോടും പറയണ്ട. നിങ്ങളത് അനുഭവിക്കും. സത്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുന്നവർക്കുണ്ട്, അവർക്കായി സ്തോത്രം. ദൈവം കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കും. നിങ്ങളറിയാതെ അവർ യേശുവിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലോട്ട് ഇട്ട് തരും. നിങ്ങളുടെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ റെഡിയായാൽ മതി. ഗോഡ് വിൽ ഡു ദാറ്റ്. സ്തോത്രം. ഞാൻ ആ ഭാഗം നിർത്തുക. എന്നിട്ട് നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ തന്നെ തിരിച്ചു വരുന്നത്. തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 2-ാമത്തെ വാക്യം എന്താ പറയുന്നത്? 5:2. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. ആമേൻ. സ്തോത്രം. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ. അത് ഇറ്റ്സ് എ ടൈമിങ്. കള്ളൻ വരുന്നു എന്ന് കേട്ടാൽ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ റെഡി ആയിട്ടിരിക്കും. പക്ഷേ അതിൻ്റെ 3-ാമത്തെ വാക്യം എന്താ പറയുന്നത്? അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവതുമല്ല. 4-ാമത്തെ വാക്യം. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. ആമേൻ. സ്തോത്രം. ഇത് തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചാലേ. നമ്മളല്ലേ ഇരുട്ട് മാറ്റി നമ്മൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ജീവൻ്റെ വെളിച്ചത്തിലാണ് ഉള്ളത്. അപ്പം അപ്പോസ്തലൻ പറയുകയാണ്, കള്ളൻ വരുന്നത് പോലെ വരും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവമല്ല ഉണ്ടാകുന്നത്.
ലോകത്തിന് ചിലപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ദേ ആർ ബ്ലൈൻഡ്. പക്ഷെ നമുക്കെന്താ, ഇത് കള്ളം വരുന്നത് പോലെ അല്ല നമുക്ക്. കാരണം നമുക്കതൊരു അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകത്തില്ലെന്ന അർത്ഥം കർത്താവിൻ്റെ വരവിങ്കൽ. കാരണം വി ആർ റെഡി അല്ലേ? കാരണം നമ്മൾ ഏതിലാണ് ഉള്ളത്? വെളിച്ചത്തിലുള്ളവരാകയാൽ നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാകത്തില്ല, കള്ളം വരുന്നത് പോലെയുള്ള ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ബിക്കോസ് യു ആർ കണക്റ്റഡ് ടു ലോഡ്. നമ്മൾ ആ വെളിച്ചത്തിൽ തന്നെയാണോ? 1 യോഹന്നാൻ്റെ ലേഖനം 1:6. ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. ആമേൻ. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ. അപ്പം ദൈവവചനം പറയുന്നു നിങ്ങൾക്ക് അതുപോലെ വരത്തില്ല, കാരണം നിങ്ങൾ വെളിച്ചത്തില. വളരെ പ്രതീക്ഷയോടുകൂടി അപ്പോസ്തലൻ പറയുന്നത് നമ്മളെ നോക്കി, നിങ്ങൾക്കതുപോലെ വരില്ല, കാരണം നിങ്ങൾ വെളിച്ചത്തിൽ. ദൈവമക്കളെ, നമ്മൾ വെളിച്ചത്തിൽ തന്നെയാണോ? വെളിച്ചത്തിലല്ലെങ്കിൽ എന്താ ദൈവവചനം പറയുന്നത്? നിങ്ങൾ ഭോഷ്ക് പറയുന്നു എന്നാണ് പറയുന്നത്. യേശു കർത്താവിലല്ല നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത്? ഭോഷ്ക് പറയുന്നു. നമ്മൾ വെളിച്ചത്തിൽ ആയിരിക്കുന്നത് കൊണ്ട് നമുക്കെന്താ? നമ്മൾ അവനോട് കൂടെയാണ് നടക്കുന്നത്, അവനോട് നമുക്ക് കൂട്ടായ്മയുണ്ട്. അതിൻ്റെ 6ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവനോട് ആകയാൽ ആമേൻ, സ്തോത്രം. ആകയാൽ ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരായിരിക്കും. അപ്പം നമുക്ക് എന്തോ ചെയ്യണം? നമുക്ക് ഈ കർത്താവിൻ്റെ എക്സാക്ട് ടൈമിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം അറിയണം, നിങ്ങൾ ഉണർന്നിരിക്കണം. നിങ്ങൾക്ക് എന്തോ വേണം? സുബോധം ഉണ്ടാക്കണം. നമ്മൾ ഈ എന്താണ് ഈ അന്ത്യകാലഘട്ടത്തിൽ നടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അതേസമയം എന്തോ വേണ്ടേ? സ്പിരിച്വൽ അലേർട്ട്നെസ് അല്ലേ? മത്തായിയുടെ സുവിശേഷം എടുത്താൽ, മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 24-ന്റെ 42, 41, 44 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടമൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. ആമേൻ. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ, നിങ്ങൾ ഉണർന്നിരിപ്പീൻ. ആ അലേർട്ട്നെസ് വേണമെന്ന് ദൈവം പറയുന്നത്. നിങ്ങൾക്ക് എക്സാക്ട് ടൈമൊന്നും നിങ്ങൾ അറിയണ്ട, പക്ഷേ യു ഹാവ് ടു ബി അലേർട്ട്. അതിൻ്റെ ആ അടുത്ത 45 പിന്നെ 25-ാം അധ്യായ ആ വാക്യത്തിലൊക്കെ 2 പാരബിൾ പറയുന്നുണ്ട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്. അതിൻ്റെ 25-ാമത്തെ വാക്യം 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ നമ്മൾ 13 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? 10 കന്യകമാരെക്കുറിച്ച് പറയുന്നുണ്ടല്ലേ? ആ ഭാഗത്തിലൂടെ ഒന്ന് ചിന്തിക്കും. ഞാൻ വലിയ ഡീറ്റെയിൽഡിലൊന്നും അല്ല പോകുന്നത്, പക്ഷേ ചില കാര്യങ്ങൾ അതിൽ നിന്ന് ഓർപ്പിക്കാൻ, ഈ ഉണർന്നിരിക്കുന്നതിനെക്കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് ഈ കഥ അറിയാം, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? 10 കന്യകമാരുടെ കഥ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾ സൺഡേ സ്കൂൾ മുതൽ പഠിക്കുന്നതാണ്. അറിയാത്തവരുണ്ടെങ്കിൽ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം വായിച്ചാൽ മതി. അപ്പോൾ അതിനകത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്: സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കുവാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. ഇവർ 10 കന്യകമാരാണ്. 10 കന്യകമാർ നമ്മൾ 10 വിശ്വാസികൾ റെഡിയായിട്ട് നിൽക്കുക. ആരെ എതിരേൽക്കാൻ? കർത്താവിൻ്റെ വരവും കാത്ത് നമ്മൾ നിൽക്കുക, 10 പേര്. ഓക്കെ. എന്നിട്ട് അവരിൽ 5 പേര് ബുദ്ധിയില്ലാത്തവരും 5 പേര് ബുദ്ധിയുള്ളവരുമായിരുന്നു. അപ്പോൾ അവർ 5 പേരും എന്താ ബുദ്ധി ഇല്ലാത്തതെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? അതിൻ്റെ 3-ാമത്തെ വാക്യം, ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല, ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. അപ്പം ഈ 10 പേരും കർത്താവിൻ്റെ വരവ് കാത്തിരിക്കും. ഇവിടെ മണവാളനാണല്ലേ, മണവാളൻ്റെ വരവ് കാത്തിരിക്കുക. 10 പേരുടെ കയ്യിലും എന്തുണ്ട്? വിളക്കുണ്ട്. ആ 10 പേരുടെ വിളക്കിലും എന്തുണ്ട്? എണ്ണയുണ്ട്. 10 പേരുടെയും വിളക്ക് എന്തുവാ? കത്തിക്കൊണ്ടിരിക്കുക അല്ലേ? പക്ഷേ ഒരു 5 പേരെന്തോ എടുത്തു? എക്സ്ട്രാ എണ്ണ എടുത്തു, ബാക്കി 5 പേര് എടുത്തില്ല. ഇതുപോലെ തന്നെയാണ് നമ്മളും നമ്മുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുക. 10 പേര്, നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്ത്, നമ്മൾ 10 പേര് നമ്മുടെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുക. എന്ത് ലൈറ്റാ? ആ എക്സ്റ്റേണൽ ടെസ്റ്റിമണി ഉണ്ടല്ലോ, പുറത്ത് എല്ലാവരും നോക്കുക. ആ ക്രിസ്ത്യാനിറ്റി, യേശു ക്രിസ്തുവിൻ്റെ മകൻ അല്ലേ, അവൻ വിശ്വാസി അല്ലേ. നമ്മുടെ വിളക്കിന് പ്രശ്നമൊന്നുമില്ല, നമ്മുടെ വിളക്ക് കത്തിക്കൊണ്ടായിരിക്കുന്നത്. ആ പുറമേ ഉള്ള സാക്ഷ്യം നമുക്ക്
ഉണ്ട് അല്ലേ? ആ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുക. ആ 10 പേരും ഇരുന്നിട്ട് എന്തോ ചെയ്തു? പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. എന്തു പറ്റി? ഉറങ്ങിപ്പോയി അല്ലേ? ആ ബുദ്ധിയുള്ളവരാണോ ഉറങ്ങിയത്? അല്ല, 10 പേരും ഉറങ്ങി, ഒരുപോലെ ഉറങ്ങിപ്പോയി അല്ലേ? നമ്മളും ചിലപ്പോൾ ഉറക്കത്തിലാകാം. അപ്പം പെട്ടെന്ന് എന്ത് സംഭവിച്ചു? അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽക്കുവാൻ പുറപ്പെടുവീൻ എന്നൊരു ആർപ്പുവിളി ഉണ്ടായി. ആർപ്പുവിളി കേട്ടപ്പോൾ എന്തു ചെയ്തു? അവർ ഞെട്ടി എണ്ണീറ്റപ്പോൾ എന്ത് സംഭവിച്ചു? ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറേ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. ഇവിടെയാണ് അവർ എന്താ ചെയ്യുന്നത്? അവരുടെ റിയൽ ക്യാരക്ടർ വെളി വരുന്നത്. അവർ എക്സ്പോസ് ചെയ്യപ്പെടുന്നത് ഇവിടെയാണ്. എപ്പോഴാ? കർത്താവിൻ്റെ വരവ് അടുത്തു എന്നുള്ള ശബ്ദം കേട്ടപ്പം ഇവർ നോക്കി. അന്നേരം ഇവർ നോക്കുന്ന അവരുടെ കയ്യിൽ എണ്ണയുണ്ടോയെന്ന് നോക്കിയപ്പോൾ അവരെന്തോ മനസ്സിലായി? അവരുടെ ലൈറ്റ്, ആ വിളക്കെന്തുവാ കെട്ടുപോകാൻ തുടങ്ങുക, കെട്ടുപോകുക. ഇപ്പം എണ്ണ വേണം. എന്തു ചെയ്തു അവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചു. അവരെന്തോ പറഞ്ഞേ? തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്തോ ചെയ്തു? ബുദ്ധിയുള്ളവരെന്താ പറഞ്ഞേ? ഞങ്ങൾക്ക് നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിക്കാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. വില മുടക്കണം അവിടെ. ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ഓയിലാണ്. ഈ എക്സ്പെൻസീവ് ഓയില് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല, അവിടെ പോയി വാങ്ങണം. അവർ വാങ്ങാൻ പോയപ്പോൾ എന്ത് സംഭവിച്ചു? മണവാളൻ വന്നു. മണവാളൻ വന്ന് ഇവർ എണ്ണയൊക്കെ ആയിട്ട് തിരിച്ചു വന്നപ്പോൾ എന്തു പറ്റി? മറ്റേ കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. എന്താ റിയൽ ഇവിടെ സംഭവിക്കുന്നത്? ഇവരുടെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുക. വിശ്വാസിയാണെന്നുള്ള പേരുണ്ട്, ചർച്ചയിൽ വരുന്നുണ്ട്, എല്ലാം ഉണ്ട്, പുറത്ത് നല്ല സാക്ഷ്യം. പക്ഷെ റിയൽ ടൈം വന്നപ്പോൾ, ട്രയൽസ് വന്നപ്പോൾ, കർത്താവിൻ്റെ വരവിൻ്റെ സമയം എടുത്തപ്പോൾ എന്തു പറ്റി? അവർക്കറിയാൻ തുടങ്ങി അവരുടെ കയ്യിൽ ആ എണ്ണയില്ലെന്ന്. അവരുടെ വിളക്ക്, ആ റിയൽ അവരുടെ ഉള്ളിലുള്ള ഫെയ്ത്തിന് എന്തോ പ്രശ്നം. ദൈവമക്കളെ, നമ്മുടെ അവസാനം നമ്മൾ വായിച്ചതുപോലെ അവസാനത്തോളം പിടിച്ചു നിൽക്കുന്നവൻ, സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു. ഇത് പേഴ്സണലിയാണ്, ഞാൻ തന്നെ നേടേണ്ടതാണ് ഈ ഓയിൽ. ഈ 5 പേർക്ക് ഈ ഓയിൽ എവിടെ നിന്നാണ് കിട്ടിയെന്നറിയാമോ? നമ്മൾ അനുദിനം നമ്മൾ പറയത്തില്ല, നീ മരിക്കണമെന്ന്, എൻ്റെ ഇഷ്ടങ്ങൾ വേണ്ടപ്പാ, യേശു അപ്പച്ചനായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് നമ്മൾ പറയത്തില്ലേ? എൻ്റെ സ്ഥാനത്ത് യേശു അപ്പച്ചനായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അങ്ങനെ ഞാൻ പറയുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ മാറ്റി വയ്ക്കുക. അങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ യേശുവിനെ പോലെ ആകുക. അതൊരു പെയിൻഫുള്ളാണ് ദൈവമക്കളെ. നിങ്ങൾ റിയലി യേശു അപ്പച്ചനോട് അടുത്ത് വരുമ്പോൾ ഉണ്ടല്ലോ, അത് പെയിൻഫുള്ളായിട്ട് തോന്നത്തില്ല. പക്ഷേ നമ്മൾ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ചിന്തിക്കുമ്പം നമ്മളെ തന്നെ ത്യജിക്കുന്നതുണ്ടല്ലോ, ഇറ്റ്സ് പെയിൻഫുൾ. അത് കോസ്റ്റ്ലിയാണ്. അത് ഡേ ബൈ ഡേ ഞാൻ നേടേണ്ടതാ. കർത്താവിൻ്റെ വരവ് സമീപമാകുമ്പോൾ, അപ്പാ ഞാൻ റെഡി ആയില്ലല്ലോ, ആ ഫെയ്ത്ത് എന്നിലില്ലല്ലോ, ആ റെഡിനെസ് എന്നിൽ നഷ്ടപ്പെട്ടു, പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിറയുന്നില്ലല്ലോ അപ്പാ, ആ ഓയിൽ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറയാനിടയാകരുത്. ഉണർന്നിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നമ്മളോട് സംസാരിക്കുന്നത്. ആമേൻ, സ്തോത്രം. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായി കൊണ്ട് ഉണർന്നിരിപ്പീൻ. ഇതാ അലേർട്ട്നെസ് എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കും. ആർക്കെങ്കിലും ആ അലേർട്ട്നെസ് ഇല്ലെങ്കിൽ, ഡേ ബൈ ഡേ ആയിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള എന്നോടും കൂടെയാണ് പറയുന്നത്. ഡേ ബൈ ഡേ യേശുപ്പച്ച ഞാൻ മരിക്കുന്നു എന്ന് പറയുന്ന ആ ഫെയ്ത്തിൻ്റെ പ്രാക്ടിക്കൽ അനുഭവം എനിക്കില്ലെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മുടെ എണ്ണ കാണത്തില്ല. കൂട്ടുകാരോട് ചോദിച്ചാൽ ആ എണ്ണ കിട്ടത്തില്ല. പാസ്റ്റർ നമ്മുടെ കയ്യിൽ തരത്തില്ല. ഇൻഡിവിജ്വലായി ഞാൻ ആ എണ്ണ കർത്താവിൽ നിന്ന് പ്രാപിക്കണം. ഇറ്റ് ഈസ് കോസ്റ്റ്ലി. അതുകൊണ്ട് അടുത്ത ഭാഗത്തിൽ എന്താ പറയുന്നത്? 7ാമത്തെ വാക്യം. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഈ സാധനമൊക്കെ ഇടുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചായിരുന്നു. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു.
രാത്രിയിൽ മദ്യപിക്കുന്നു. പാപം ചെയ്യുന്നവൻ രാത്രി ചെയ്യും. ഇതെന്താ കാണിക്കുന്നതെന്ന് അറിയാമോ? സീക്രട്ട് സിൻസ്, രഹസ്യമായ പാപങ്ങൾ, അഡിക്റ്റഡ് ടു സിൻ. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ 2 ആഴ്ചയും ഞാൻ ഈ വാക്യങ്ങൾ തന്നെ ഉപയോഗിച്ചു. ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ട് വന്നതല്ല. അഡിക്റ്റഡ് ടു സിൻ, രഹസ്യ പാപങ്ങൾ. നമുക്ക് ഒരു പ്രൈവറ്റ് ലൈഫ് ഉണ്ടല്ലേ, നമുക്ക് എല്ലാവർക്കും സ്വകാര്യതയുണ്ട്, ആരോടും പറയാതെ. ദാറ്റ് ഈസ് ഗുഡ്, നമ്മൾ സ്വകാര്യമായി പ്രാർത്ഥിക്കുന്നു. പക്ഷേ അഡിക്റ്റഡ് ടു സീക്രട്ട് സിൻ, അതും വെച്ചുകൊണ്ട് നമ്മുടെ എണ്ണ കത്തിക്കാൻ പറ്റുമോ? അന്ത്യകാലഘട്ടത്തിൽ ഇത് സംഭവിക്കും. ഞാൻ ജസ്റ്റിന് ആ ഭാഗം തൊട്ടതിനായി സ്തോത്രം. നമ്മൾ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ആ ഭാഗം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചു. ജസ്റ്റിന് അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഞാനത് പറയണ്ടെന്ന് വിചാരിച്ചത്, പക്ഷേ നമ്മളോടാണ് സംസാരിക്കുന്നത്. അതൊന്ന് ചിന്തിക്കാം, സമയം പോകുന്നു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെ നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോറയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയ്ക്ക് തോട്ടം പോലെയും മിസ്രൈം ദേശം പോലെയും ആയിരുന്നു. ആമേൻ, സ്തോത്രം. അപ്പോൾ ലോത്തും അബ്രഹാമും തമ്മിൽ വേർപിരിയാൻ നിൽക്കുന്ന സമയമാണ്. ലോത്ത് നോക്കിയപ്പോൾ സോദോം കണ്ടു. അവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നേ, സോദോമിനെ നശിപ്പിക്കുന്നതിന് മുമ്പ് അതെങ്ങനെ ഇരുന്നേ? കർത്താവിൻ്റെ തോട്ടം പോലെയായിരുന്നു. എന്താ പറയുന്നത്? ഏദൻ തോട്ടം. നമ്മളിത് ഡിസ്കസ് ചെയ്തല്ലേ, ഏദൻ തോട്ടം പോലെയായിരുന്നു. ആമേൻ. പക്ഷെ അവിടെയുള്ള ജനത്തിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ താഴെയുണ്ട്, അവർ മഹാദുഷ്ടന്മാരും. 13-ാമത്തെ വാക്യത്തിലുണ്ട്, അവർ സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു. യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു. പുറമെ എന്തുണ്ട്? ഏദൻ തോട്ടം പോലെയായിരുന്നു അവർ, ഗ്രീനിഷ്. പുറമെ ഒന്നും ഒരു പ്രശ്നമില്ല. അവൻ നല്ല സാക്ഷ്യമുള്ളവൻ, പ്രസംഗിക്കും, വളരെ സൗമ്യൻ, പ്രാർത്ഥനാവീരൻ. പക്ഷെ അകത്തെന്താണ്? മഹാപാപിയും. നമ്മൾ പുറമേ നിന്ന് ആൾക്കാരെ ജഡ്ജ് ചെയ്യുമ്പോൾ, ആമേൻ. സോദോമിൻ്റെ പാപം എന്തായിരുന്നു? ഞാൻ എന്നെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് എസെക്കിയേലിൻ്റെ പുസ്തകം എടുത്താട്ടെ. എസെക്കിയേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 49-ഉം 50-ഉം. നിന്റെ സഹോദരിയായ സോദോമിന്റെ അകൃത്യമോ ഗർവവും തീൻപുളപ്പും നിർഭയസൗര്യവും അവൾക്കും അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു. എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല. താഴെ, അവർ അഹങ്കാരികളായി എൻ്റെ മുമ്പിൽ മ്ലേച്ഛത ചെയ്തു, അതുകൊണ്ട് എനിക്ക് ബോധിച്ചതുപോലെ ഞാൻ അവരെ നീക്കിക്കളഞ്ഞു. ആമേൻ, സ്തോത്രം. സോദോമിൻ്റെ പാപം എന്തുവായിരുന്നു അറിയാം? അവിടെ എഴുതിയിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട്. ഒന്ന്, അവർ അഹങ്കാരികളായിരുന്നു, പ്രൗഡ്, സ്പിരിച്വൽ പ്രൈഡ്. 2, എന്തുവാരെന്നറിയാമോ? അവർ ദരിദ്രരെ സഹായിക്കാത്തൊരു കൂട്ടം. പിന്നെ വേറൊരു ഭാഗം പറയുന്ന അലസത, ഒരു ലേസി ആയിരുന്നു, സ്പിരിച്വൽ ലേസിനെസ്, ഉണർന്നിരിക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ഗ്ലട്ടണി എന്ന് പറയുന്ന അമിതമായ എല്ലാ ഭക്ഷണം എല്ലാം ഉണ്ടായിരുന്നു. അതായിരുന്നു അവരെ എങ്ങോട്ട് നയിച്ചത്? ഈ മ്ലേച്ഛതയിലേക്ക് നടത്തിയത്. സോ ഇറ്റ്സ് എ സൈൻ, ഇറ്റ്സ് എ സിംറ്റം. അലസത, അഹങ്കാരം, സമൃദ്ധി എല്ലാം ഉണ്ട്. മറ്റുള്ളവരെക്കുറിച്ച് കൺസേൺ അല്ലാത്ത, ദരിദ്രരെ സഹായിക്കാൻ പറ്റാത്തൊരനുഭവം. പുറമേ നിന്ന് നോക്കുമ്പോൾ എന്താ? തിളങ്ങുന്ന ഏദൻ തോട്ടം പോലെ ഫലഭുഷ്ടമായ അനുഭവമാണ്. പക്ഷെ അകത്ത് ദുഷ്ടതയാണ്. ദൈവമക്കളെ, ഇതാ നമ്മൾ വായിക്കുന്നത്. അന്ത്യകാലഘട്ടത്തിൽ ഇതാ സംഭവിക്കുന്നത്. നമുക്കിതാരെയും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഉറങ്ങുന്നവൻ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവൻ രാത്രിയിൽ മദ്യപിക്കുന്നു, രഹസ്യമായി. ദൈവമക്കളെ, നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യേശുപ്പച്ചാ, നമ്മളിലെല്ലാം ഉണ്ടെന്ന് ഇത് അല്ലേ? ചെറുതായിട്ടൊക്കെ ഉണ്ട്. ഒരു ആത്മീയ അഹങ്കാരമൊക്കെ ഇല്ലേ അല്ലേ? ഒന്ന് ഉപവസിച്ച് കഴിയുമ്പോൾ, ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഞാൻ എന്തോ ആയെന്നുള്ള ചിന്ത. സ്റ്റേജ് വന്ന് ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ സ്റ്റേജ് ഈസ് നത്തിങ്. ഞാനൊരു ഇംഗ്ലീഷ് സർവീസ് ഇവരോട് പറഞ്ഞത്, സ്റ്റേജ് ഒരു 0യാണ്. ഇവിടെ ഒന്ന് എന്തും കാണിക്കാം. സ്റ്റേജ് ഈസ് 0. ഈ സ്റ്റേജിന് വേണ്ടി നിങ്ങൾ ആരും കൊതിക്കരുത് ദൈവമക്കളെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്നു, ഈ സ്റ്റേജിന് വേണ്ടി ഡോണ്ട് എവർ വിഷ് ഫോർ ഇറ്റ്. ഒരിക്കലും ഈ സ്റ്റേജിന് വേണ്ടി കൊതിക്കരുത്. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ ആ ഒരു ചിന്ത മാറുമ്പോൾ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങും. ഞാൻ അതിൻ്റെ ഒരു വിക്റ്റിമായിരുന്നു. ഞാനത് പറയുന്നില്ല, ഞാൻ അതിൻ്റെ ഒരു വിക്റ്റിമായിരുന്നു. ഐ നോ ഇറ്റ്. സോ അപ്പം പുറമേ ഉള്ളതിലല്ല,
അകത്തുണ്ടാകുന്ന ദൈവവുമായിട്ടുള്ള ഭക്തി. എന്നിട്ട് പിന്നെന്തോ പറയുന്നത്? 8ാമത്തെ വാക്യം എന്ത് പറയുന്നത്? നമ്മൾ നിർത്താൻ പോവാം. 8ാമത്തെ വാക്യം എന്ത് പറയുന്നത്? നാമോ പകലിനുള്ളവർ ആകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ആമേൻ ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ആമേൻ. വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി എന്തോ ഇംഗ്ലീഷിൽ എന്ത് എഴുതിയിരിക്കുന്നത്? ആസ് എ ഹെൽമെറ്റ് ഇത് ഹോപ്പ് ഓഫ് സാൽവേഷൻ. ആമേൻ. വിശ്വാസത്തിലും സ്നേഹത്തിലും നമുക്ക് എന്തോ ഉള്ളേ? നമുക്ക് എന്താ ചെയ്യാനുള്ള? 1 യോഹന്നാൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നു. ആമേൻ. അവനിൽ പ്രത്യാശയുള്ളവരെല്ലാം നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കും. ദൈവമക്കളെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ ജഡത്തിൽ വസിക്കുന്ന നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നേ? തെറ്റു പറ്റുമ്പോൾ അപ്പാ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ. ആ ഒരു മനസ്സുണ്ട്. എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ടപ്പാ, എൻ്റെ എണ്ണ എവിടെയെങ്കിലും കത്താതെ പോയിട്ടുണ്ടെങ്കിൽ, ആ റെഡിനെസ് എന്നിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ എന്നെ ഒന്ന് ഒരുക്കണമേ എന്ന് പറയാനുള്ളൊരു മനസ്സ്. നമ്മൾ ആദ്യം കേട്ടതുപോലെ എന്നെ ഒന്ന് നിർമ്മലീകരിക്കണമേ. യേശുവപ്പച്ചൻ നമ്മളെ അതിൻ്റെ അവസാന ഭാഗമാണ് അത് എഴുതിയേക്കുന്നത്. അതിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കുവാൻ അത്രേ നിയമിച്ചിരിക്കുന്നു. ദൈവമക്കളെ, വലിയൊരു ഹോപ്പ്. നമ്മൾ ഇതെല്ലാം കേട്ടു, നമ്മുടെ ജീവിതത്തിൽ കുറവുകളൊക്കെ വന്നു. പക്ഷേ നമ്മളെ കോപത്തിന് ഏൽപ്പിക്കാത്തൊരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ആ കർത്താവ്, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, അവൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആമേൻ. കർത്താവിൻ്റെ ആ പ്രോമിസ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് വരും. കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മളെയും അവൻ ചേർക്കും. ഒരു പ്രത്യാശയുണ്ട്. നിറയട്ടെ ദൈവമക്കളെ. അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്ന പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന പൊരുത്തിയും പോരും. ഇതെൻ്റെ ഒരു പ്രബോധന. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ ചേർക്കും. കർത്താവ് വരുമ്പോൾ എൻ്റെ കയ്യിൽ ആ എണ്ണ കാണും. കർത്താവ് നമ്മളെ കൈവിടത്തില്ല. അവനോട് കൂടെ നമ്മൾ വാഴും. ഇന്ന് പകൽക്കാലം ആ യേശു നമ്മുടെ കഴിവുകൊണ്ടല്ല, യേശു കർത്താവ് കാൽവറി നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്